എൻ്റെ ഭദ്ര, താൻ എന്തിനാ ഇവിടുന്ന് എഴുന്നേറ്റ് പോയത്? ഭദ്ര ബോധം തെളിഞ്ഞ് കയറ്റുന്ന കേട്ടത് ആ വാക്കുകളാണ്. ഭദ്ര ചുറ്റുമൊന്നും നോക്കിയത് മനസ്സിലായി നേരത്തെ കിടന്ന റൂം തന്നെയാണെന്ന്. എഴുന്നേറ്റ് പോയത് കൊണ്ടല്ലേ താൻ വീണ്ടും നിലയിറങ്ങി വീണത്? കീർത്തി അവളോട് വീണ്ടും ചോദിച്ചു. ഭദ്ര അവളെ നോക്കി. ഡോക്ടറെ, ഞാൻ... ഭദ്ര ഒന്ന് പറയാൻ മടിച്ചു. എന്താ ഭദ്ര, എന്തെങ്കിലും വേണോ? കീർത്തി ബെഡിലിരിക്കുന്ന ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടുത്തെ ബില്ലടയ്ക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഭദ്ര മിഴികൾ താഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ബില്ലടയ്ക്കാൻ പൈസയില്ലാത്തത് കൊണ്ടാണോ താൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയത്? കീർത്തി അമ്പരപ്പോടെ ചോദിച്ചു. ഭദ്ര ഒന്നും മിണ്ടിയില്ല. തനിക്ക് ബോധം വരുന്നതേ ബില്ലടയ്ക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? കീർത്തി ഭദ്രയുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ബ്ലഡ് എ നെഗറ്റീവാണ്. ഡോക്ടർ ബില്ലിന് പകരം എൻ്റെ ബ്ലഡ് കുറച്ചെടുത്തോ? ഭദ്ര പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ കീർത്തിയോട് പറഞ്ഞു. കീർത്തിയിൽ വീണ്ടും അമ്പരപ്പ് നിറഞ്ഞു. തനിക്കെന്നെ കണ്ടിട്ട് വല്ല വാമ്പയറായിട്ട് തോന്നുന്നുണ്ടോ? കീർത്തി കളിയോടെ ചോദിച്ചു. ചോദിച്ചത് മനസ്സിലാകാതെ ഭദ്ര കീർത്തിയെ സംശയത്തോടെ നോക്കി. ഡോക്ടർ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല, ഭദ്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കീർത്തി ഭദ്രയെ തന്നെ അല്പനേരം നോക്കി നിന്നു. പിന്നെ ഒന്ന് നിശ്വസിച്ചു. തൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് വലിയ സീനുള്ള കാര്യമല്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ ശരീരത്തിൽ നിന്ന് ഇനി അല്പം ബ്ലഡ് കൂടി എടുത്താൽ പിന്നെ താൻ ജീവനോടെ കാണുമോ എന്ന് ഡൗട്ടാണ്. കീർത്തി പറഞ്ഞത് കേട്ട് ഭദ്ര മുഖം ചൊളിച്ച് അവളെ തന്നെ നോക്കി. ഏടോ, ഇപ്പം തന്നെ തൻ്റെ ശരീരത്തിൽ ബ്ലഡ് കുറവാണ്. ഇനി ഇവിടുന്ന് തൻ്റെ ശരീരത്തിലേക്ക് വേണം ബ്ലഡ് കയറ്റാൻ. കീർത്തി ഭദ്രയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, ബ്ലഡൊന്നും വേണ്ട. ഭദ്ര പരിഭ്രാന്തിയോടെ പറഞ്ഞു. തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ താൻ ഡോക്ടറാണോ? കീർത്തി ഒറ്റപ്പുരുകം ഉയർത്തി ഭദ്രയോട് ചോദിച്ചു. ഇത് വലിയ ആശുപത്രിയല്ലേ? ഇവിടെ ഒരുപാട് പൈസയായില്ലേ? ഭദ്ര വീണ്ടും മിഴികൾ താഴ്ത്തി. എൻ്റെ ഭദ്രയെ, താനിപ്പോൾ പൈസ, ബിൽ എന്നുള്ള കാര്യമൊക്കെ വിട്ടേക്ക്. തൻ്റെ ബിൽ ഞാൻ അടച്ചോളാം. ഒന്നുമല്ലെങ്കിലും എൻ്റെ യദുവിൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ താൻ? കീർത്തി ഭദ്രയെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ഒരാളുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിലുള്ള പാരിതോഷികം എനിക്ക് വേണ്ട ഡോക്ടറെ, ഭദ്ര നിറമെഴിയാലെ പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട് കീർത്തി ഒന്ന് പുഞ്ചിരിച്ചു. ശരി, യദുവിനെ രക്ഷിച്ചതിൻ്റെ പേരിൽ വേണ്ട. തന്നോടുള്ള എൻ്റെ പരിചയം വെച്ച് ഞാൻ തൻ്റെ ഇവിടുത്തെ ബിൽ സെറ്റിൽ ചെയ്തോളാം. കീർത്തി അതേ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നെ ഇവിടുന്ന് വിടാവോ ഡോക്ടറെ? ഭദ്ര കണ്ണ് നിറച്ച് കീർത്തിയോട് ചോദിച്ചു. ഭദ്ര, താൻ എന്നെ വിടാവോ ഡോക്ടറെ? ഞാൻ പൊക്കോട്ടെ? കീർത്തി എന്തോ പറയാൻ ഒരുങ്ങിയതും ഭദ്ര വീണ്ടും അപേക്ഷ പോലെ പറഞ്ഞു. ഭദ്രയുടെ നിറഞ്ഞ മിഴികളും അവളുടെ ദയനീയമായ മുഖവും ഒക്കെ കാണേ കീർത്തിക്ക് അവളോട് പാവം തോന്നി. വീണ്ടും കീർത്തി എന്തോ പറയാൻ ഒരുങ്ങിയപ്പോഴാണ് ആ റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം അവർ കേട്ടത്. കീർത്തി പുറകിലേക്ക് നോക്കി. അർജുനായിരുന്നു വന്നത്. ആ, അർജുനോ? കീർത്തി ചോദിച്ചുകൊണ്ട് ഒന്ന് മാറിയപ്പോഴാണ് ഭദ്ര അവനെ കാണുന്നത്. അവൻ്റെ നോട്ടവും ബെഡിൽ കിടക്കുന്ന ഭദ്രയിലായിരുന്നു. ഭദ്രയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടി വന്നതാണോ അർജുൻ? കീർത്തി അർജുനെ നോക്കി ചോദിച്ചു. അല്ല. ഭദ്രയെ നോക്കി തന്നെ അർജുൻ മറുപടി നൽകി. അവനിലായിരുന്ന അവളുടെ മിഴികൾ താഴ്ന്നു. അവൾ കണ്ണുകൾ ഇറക്കി മൂടി. പിന്നെ? കീർത്തി സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ യദുവിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. അർജുൻ ഒരു പതർച്ചയോടെ മറുപടി നൽകി. യദു, അവൻ... നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാൻ കീർത്തി പറഞ്ഞു വന്നതും അർജുൻ പെട്ടെന്ന് പറഞ്ഞു. ശേഷം ഭദ്രയിലേക്ക് ഒരിക്കൽ കൂടി കണ്ണോടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. കീർത്തി ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. ഭദ്ര? കണ്ണടച്ചെടുക്കുന്ന ഭദ്രയെ കാണെ അവൾ വീണ്ടും മയങ്ങിയോ എന്നോർത്ത് വളരെ പതിയെ കീർത്തി വിളിച്ചു. ഭദ്ര കണ്ണ് തുറന്നു നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞിരുന്നു. താനിപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ തനിക്ക് ആവശ്യം നല്ല റെസ്റ്റാണ്. സോ ടേക്ക് റെസ്റ്റ്. ഞാൻ അർജുൻ്റെ ഒപ്പം യദുവിനെ ഒന്ന് പോയി നോക്കിയിട്ടിങ്ങ് വരാം. എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതാ. വന്നു കഴിഞ്ഞ് നമുക്ക് ഭദ്രയുടെ വീട്ടിലേക്കും ഒന്ന് വിളിക്കാം. കീർത്തി സൗമ്യമായി ഭദ്രയോട് പറഞ്ഞു. ഭദ്ര ഒന്നും മിണ്ടാതെ കീർത്തിയെ നോക്കി കിടന്നതേ ഉള്ളൂ. കീർത്തി അവിടുന്ന് പുറത്തേക്ക് പോയി. അയാൾ വരാറായി കാണും. അയാളുടെ ഒപ്പം പോകണം. ഭദ്ര രഘുവിനെ ഓർത്ത് പേടിയോടെ പറഞ്ഞു. യദു ഓക്കെയാണ് അർജുൻ. തലയിലെയും വലതു കൈയിലെയും ഇഞ്ചുറി കുറച്ച് പ്രശ്നമുള്ളതായതുകൊണ്ട് റെസ്റ്റ് വേണം, അത്ര തന്നെ. പിന്നെ മേലിൽ ചെറിയ ചതവുകളുമുണ്ട്. യദു ഇപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കിടത്തിയേക്കുന്നതിൽ പ്രശ്നമാണ്. അതുകൊണ്ട് നാളെ തന്നെ ഡിസ്ചാർജ് വാങ്ങാനാണ് ചാൻസ്. കീർത്തി റൂമിന് പുറത്ത് അർജുൻ കാത്തു നിൽക്കുന്നത് കണ്ട് അവൻ അരികിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അർജുൻ അതിന് തലയനക്കി. ഞാൻ അവൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അവൻ അറിയിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നേരം അറിയിക്കാഞ്ഞത്. ഇനി എന്തായാലും അവരെ വിളിച്ച് പറയണം. ഇല്ലേ, അവർ പിന്നീട് എപ്പോഴേലും അറിയുമ്പോൾ എന്നോട് തന്നെ വഴക്കിടും. കീർത്തി ആലോചനയോടെ പറഞ്ഞു. അല്ലെങ്കിലും അവർ വന്നുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവന് പ്രോപ്പർ റെസ്റ്റ് കിട്ടില്ല. അർജുൻ കീർത്തിയുടെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. അതെ. കീർത്തി ഒന്ന് തലയനക്കി. അർജുൻ യദുവിൻ്റെ അരികിലേക്കാണെങ്കിൽ വാ, ഞാൻ അങ്ങോട്ടേക്കാണ്. കീർത്തി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് അല്ല കീർത്തി, ഭദ്രയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പരിങ്ങിയെങ്കിലും അർജുൻ രണ്ടും കൽപ്പിച്ച് കീർത്തിയോട് ചോദിച്ചു. അതിന് തനിക്ക് ആ കുട്ടിയുടെ കാര്യം അറിയണ്ട എന്നല്ലേ പറഞ്ഞത്? കീർത്തി അവനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. എനിക്കറിയണമെന്ന് നിർബന്ധമില്ല, പിന്നെ ചോദിച്ചതേ ഉള്ളൂ.
അവൻ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. ആ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ബോഡി വീക്കാണ്, റെസ്റ്റ് വേണം, കൃത്യമായ സമയം വെള്ളവും ഭക്ഷണവും ഉള്ളിലേക്ക് ചെല്ലണം. ദാറ്റ്സ് ഇറ്റ്. കീർത്തിക്ക് ആശിലായി പറഞ്ഞു. അർജുനൊന്ന് മൂടിയതേ ഉള്ളൂ. അർജുൻ എവിടെയോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഇതും ഓക്കെയാണ്. അർജുൻ വീട്ടിലേക്ക് പോയിക്കോളൂ, അവനെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. കീർത്തി അർജുനെ നോക്കി പറഞ്ഞു. ഞാൻ പോകുക, അർജുൻ അലസമായി മറുപടി നൽകി. അപ്പോൾ ശരി, ഞാൻ എന്നാൽ അവൻ്റെ അടുത്തേക്കൊന്ന് പോട്ടെ. കീർത്തി അർജുനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. കീർത്തി നടന്നകലുന്നത് നോക്കി നിന്ന അർജുൻ ചുറ്റിനും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി ഭദ്ര കിടക്കുന്ന റൂമിലേക്ക് കയറി. നീ ഇതെവിടേക്കാ? അകത്തേക്ക് കയറിയ അർജുൻ കാണുന്നത് ബെഡിൽ നിന്ന് എഴുതേക്കുന്ന ഭദ്രയാണ്. അത് കണ്ട് അവൻ അല്പം കടുപ്പിച്ച് തന്നെ അവളോട് ചോദിച്ചു. പെട്ടെന്ന് കേട്ട പുരുഷ ശബ്ദത്തിൽ ഭദ്രയൊന്ന് ഞെട്ടി. പിന്നെയാണ് അർജുനെ കണ്ടത്. അവൾ അവനെ ഒന്ന് നോക്കി ബെഡിലേക്ക് ഇരുന്നു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടല്ലേ കീർത്തി പോയത്? അർജുൻ അവളെ നോക്കി ചോദിച്ചു. അപ്പോഴും അവൾ മറുപടി ഒന്നും നൽകിയില്ല. നിന്റെ വായിക്കകത്ത് നാവില്ലേ? അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കാണെ അവൻ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. സാറിന് എന്താ വേണ്ടത്? ഭദ്ര പതിയെ ശാന്തമായി ചോദിച്ചു. നീ എന്തിനാണ് എറണാകുളത്തേക്ക് വന്നത്? അർജുൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. വെറുതെ, അത്രമാത്രമായിരുന്നു അവളുടെ മറുപടി. വെറുതെയോ? അവൻ കടുപ്പിച്ച് ചോദിച്ചു. അവൾ മിണ്ടിയില്ല. ഇവിടെ നിനക്ക് വല്ല ക്ലയൻറ്റും ഉണ്ടായിരുന്നോ, അതോ വേറെ വല്ല ഉദ്ദേശം വെച്ചാണോ നീ ഇവിടേക്ക് വന്നത്? അവൻ ചോദിക്കുന്നത് കേട്ട ഭദ്ര അവനെ വെറുതെ ഒന്ന് നോക്കി. ആദ്യമായി അവളെ കണ്ടതിൽ നിന്ന് ഇപ്പോഴുള്ള അവളുടെ കോലം അവനെ ഒന്ന് അമ്പരപ്പിച്ചു. അന്ന് കണ്ടതിൽ നിന്ന് വളരെയധികം മെലിഞ്ഞു, മുഖമാകെ കരിവാളിച്ചു. ആകെ മാറ്റമില്ലാതെ തുടരുന്നത് അവളുടെ വിഷാദം നിറഞ്ഞ കണ്ണുകൾ മാത്രമാണെന്ന് അവന് തോന്നി. എന്താ, എറണാകുളം വന്നപ്പോൾ നിന്റെ നാക്കിന് നീളം കുറഞ്ഞോ? അവിടെ നിന്റെ നാട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ നിന്റെ കഴുത്തിന് ചുറ്റും നാക്കായിരുന്നല്ലോ. അർജുൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. അല്ല, നീ ഈ എറണാകുളത്തേക്ക് വന്നത് എന്നെ ഏതെങ്കിലും തരത്തിൽ നാണം കെടുത്താൻ വലുതുമാണോ? അല്ല, നിൻ്റെ അപ്പൻ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞ് എന്നെ ഫ്രണ്ടിനെ കുറേ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നല്ലോ. അത് കഴിഞ്ഞ് നിന്നെയൊക്കെ നേരിൽ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്ന് പറയുകയും ചെയ്തു. പക്ഷെ നിന്നെ ഇവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സംശയം. ഇനി അന്ന് നീ പറഞ്ഞത് കള്ളമാണോ എന്ന് അർജുൻ ചോദിക്കുന്നത് കേട്ട് ഭദ്ര അവനെ ഒന്ന് നോക്കി. ഞാനന്ന് സാറിനോട് എൻ്റെ മരിച്ചുപോയ അമ്മയുടെ പേരിലാണ് സത്യം ചെയ്തത്, അവൾ അവനെ നോക്കി പറഞ്ഞു. നിന്നെപ്പോലൊരു മോശപ്പെട്ട പെണ്ണിന് അമ്മയുടെ പേരും പറഞ്ഞ് കള്ളം പറഞ്ഞതിനാണ് പാട്? അർജുൻ പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. അവളുടെ അല്പം തുറന്ന കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാൻ സത്യമാണ് പറഞ്ഞത്, അവൾ നിറമിഴിയാലെ പറഞ്ഞു. നിന്റെ കണ്ണീരും മറ്റും കാണിച്ച് എന്നെ മയക്കാമെന്ന് വിചാരിക്കേണ്ട, അവൻ രൂക്ഷമായി തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ നിറഞ്ഞ മിഴികൾ കാണേ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. പക്ഷേ അവനത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രം. ഇനി നിന്നെ വിശ്വസിക്കണമെന്നാണെങ്കിൽ തന്നെ നീ എന്തിനാ ഈ നഗരത്തിലേക്ക് വന്നതെന്ന് എന്നോട് പറയണം. അർജുൻ പറഞ്ഞത് കേൾക്കി അവൾ അവനെ നോക്കി. എന്താടി, പുതിയ വല്ലവന്മാരെയും തേടി ഇറങ്ങിയതാണോ? അന്ന് നീ പറഞ്ഞിരുന്നല്ലോ ഒരിക്കൽ കൂടെ കിടന്നവരുടെ കൂടെ പിന്നെ നീ കിടക്കില്ല എന്ന്. എന്താ, നിൻ്റെ ആ നാട്ടിലുള്ള എല്ലാവരുടെയും അവസരം കഴിഞ്ഞോ? അതുകൊണ്ടാണോ പുതിയ സ്ഥലത്തേക്ക് മാറിയത്? അവൻ്റെ ചോദ്യം ഒരു കൂരമ്പ് കണക്കെ അവളുടെ ഹൃദയത്തിൽ വന്ന് പതിച്ചു. അവൾ രൂക്ഷമായി തന്നെ അവനെ നോക്കി. എന്താണ് നോക്കി കണ്ണുരുട്ടുന്നത്? അർജുൻ അവളുടെ നോട്ടം കണ്ട് ചോദിച്ചു. എന്നാൽ പെട്ടെന്ന് ഭദ്ര കയ്യിലെ ഐവി പറിച്ചെറിഞ്ഞ് കൊണ്ട് അർജുൻ്റെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഞാൻ തന്നോട് എന്ത് തെറ്റാണോ ചെയ്തത്? എന്താ തെറ്റ് ചെയ്തതെന്ന്? എന്തിനാ എന്നെ കാണുമ്പോഴെല്ലാം വാക്കുകളാൽ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നത്? തന്നോട് അതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അവൾ അവൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു. അവളുടെ ശരീരമാകെ വിറകൊള്ളുന്നുണ്ടായിരുന്നു. വിടടി, വിടാൻ! അർജുൻ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ അവളുടെ കൈ വിടിവിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്കൊരു രാത്രി സൂഹിക്കാൻ ഞാൻ എൻ്റെ ശരീരം തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ തെറ്റ് ചൂണ്ടിക്കാട്ടി താൻ എന്തൊക്കെയാണ് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്? അല്ല, താൻ എന്താ പുണ്യാളനാണോ? തൻ്റെ കാമം തീർക്കാൻ പൈസ കൊടുത്ത് രാത്രിയിലേക്ക് ഒരു പെണ്ണിനെ വാങ്ങുന്നത് നല്ല സ്വഭാവമാണോ? ആണോന്ന്? തനിക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നുമില്ലേ? അവരോട് ആരെങ്കിലും ഒരു രാത്രിയിലേക്ക് കൂടെ കിടക്കാൻ? ഭദ്ര പറഞ്ഞ് മുഴുവിപ്പിക്കും മുൻപ് അർജുൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. വാടിക്കഴിഞ്ഞ ആ ശരീരത്തിലേക്ക് അവൻ്റെ കരം പതിഞ്ഞതും അവൾ നിലത്തേക്ക് വേച്ച് വീണുപോയി. നെറ്റി കട്ടിലിൻ്റെ സൈഡിലെ മുനമ്പിൽ കൊണ്ട് അവളുടെ നെറ്റി പൊട്ടി. എൻ്റെ അമ്മയെക്കുറിച്ചൊരു വാക്ക് പറയാൻ പോലും നിനക്ക് യോഗ്യതയില്ല. അങ്ങനെയുള്ള നീ, അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് മുഖമുയർത്തിയപ്പോഴാണ് അവളുടെ മുറിഞ്ഞ നെറ്റി കാണുന്നത്. അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ ഉള്ള പിടിവിട്ട് രണ്ടടി പുറകിലേക്ക് മാറി ഒരു കൈ എളിക്കും മറ്റൊരു കൈയാൽ നെറ്റിയും തടവി നിന്നു. ക്ഷമിക്കണം സാർ, പെട്ടെന്ന് സാർ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞതും ചെയ്തതുമാണ്. എന്നോട് ക്ഷമിക്കണം. അവളിൽ നിന്ന് ഏങ്ങലോടെയുള്ള പറച്ചിൽ അവൻ കേട്ടു. ഞാൻ സാറിനെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ വന്നതല്ല. ഒരു വീഡിയോയും കാണിക്കാൻ വന്നതുമല്ല. എൻ്റെ കയ്യിൽ ഒരു വീഡിയോയും ഇല്ല. സത്യമായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഇല്ല. ഞാൻ ഇവിടേക്ക് വന്നത് സാർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞില്ലേ? അല്ല, എനിക്ക് മുൻപിലേക്ക് ഒരു ഓഫർ വെച്ചില്ലേ? അത് വിശ്വസിച്ച് വന്നതാണ്. അവൾ ഇടർച്ചയോടെ നിലത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു. നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികൾ നിലത്തേക്ക് പതിച്ചു. അവൾ പറഞ്ഞത് മനസ്സിലാകാതെ അവളെ നോക്കി. ഓഫർ? അവൻ സംശയത്തോടെ ഓർത്തുപോയി.
അവൻ്റെ ആ പറച്ചിൽ അവൾ കേട്ടു. അർജുൻ അത് ഓർക്കുന്നു കൂടിയില്ല എന്നവൾക്ക് മനസ്സിലായി. അത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അവൾ പറയാൻ വന്നതും അവൻ തന്നെ ഗൗരവത്തിൽ പറഞ്ഞു. അല്പനേരം അവിടെ നിശബ്ദത നിറഞ്ഞു. മുന്നിൽ അവശേഷിക്കുന്നത് സാർ വെച്ച് നീട്ടിയ ഓഫർ മാത്രമാണ്. അപ്പോൾ കരുതി സാറിനെ വന്ന് കാണാമെന്ന്. പക്ഷേ സാറിൻ്റെ അടുത്തേക്ക് എന്നെപ്പോലെ ഒരാൾക്ക് എത്തിപ്പെടാൻ ഒരുപാട് കടമകളുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി. ഒടുവിൽ സാറിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അർജുൻ അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അവളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നു. ഞാൻ അന്ന് പെട്ടെന്ന് അവൻ എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അന്ന് രാവിലെ കണ്ട സ്വപ്നവും പിന്നീട് അവളുടെ വീട്ടിൽ ചെന്നപ്പോഴുള്ള കാഴ്ചയും ഒക്കെ കണ്ട് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഓഫർ അവൾക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയതാണ്. എന്നാൽ അന്നവൾ പറഞ്ഞ വാക്കുകൾ അതവനിൽ അവളോട് വല്ലാത്ത വെറുപ്പും മറപ്പും ദേഷ്യവും സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. ആ വാക്കുകൾ മാത്രം അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. എൻ്റെ ഓഫർ സ്വീകരിക്കാൻ വേണ്ടിയാണോ നീ ഈ നാട്ടിലേക്ക് വന്നത്? അർജുൻ്റെ ചോദ്യം അവളെ തേടി വന്നു. അവളൊന്നും മിണ്ടിയില്ല. അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ നിനക്കൊരാൾ മാത്രം പറ്റുകയില്ല എന്ന്. ഓരോ രാത്രിയിലും ഓരോരുത്തർ വേണമെന്ന്. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം നന്നേ കടുത്തിരുന്നു. പിന്നെ എന്തേ എൻ്റെ ഓഫറിനെ പറ്റി അന്വേഷിച്ച് പിന്നെ ഇങ്ങ് പോരാൻ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. അന്ന് ഒറ്റ ദിവസത്തെ വാലിഡിറ്റിയെ ആ ഓഫറിനുണ്ടായിരുന്നുള്ളൂ. അന്നാ ദിവസം നീ എൻ്റെ ഓഫർ തട്ടിമാറ്റിയതും ആ ഓഫർ ഞാൻ ഉപേക്ഷിച്ചു, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അവളുടെ ചുടികളിൽ വരണ്ട പുഞ്ചിരി വിരിഞ്ഞു. അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അവൾ പതിഞ്ഞ സ്വരത്തിൽ തല താഴ്ത്തിയിരുന്നു തന്നെ പറഞ്ഞു. അവൻ നിലത്ത് ചടഞ്ഞിരിക്കുന്ന ഭദ്രയെ നോക്കി. ഇനി സാർ എന്നെ ഒരിക്കലും കാണില്ല. സാറിൻ്റെ കൺവെട്ടത്ത് ഞാൻ ഉണ്ടാകില്ല. സാറിന് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ പൊക്കോളാം. അവൾ ചോരയും കണ്ണുനീരും കലർന്ന മുഖവുമായി അവനെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൻ അവളുടെ കോലം കണ്ട് ഞെട്ടി വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുനിഞ്ഞു. എന്നാൽ അവൾ പേടിയോടെ ആ കൈ തട്ടുമാറ്റി പുറകിലേക്ക് നിരങ്ങി മാറി. വേണ്ട, എന്നെ തൊടണ്ട, അവൾ അവനെ നോക്കി ഭയത്തോടെ തന്നെ പറഞ്ഞു. നിന്റെ നെറ്റി. അർജുൻ പറഞ്ഞു വന്ന അതേ നിമിഷം ഡോർ തുറന്ന് കീർത്തി ഉള്ളിലേക്ക് വന്നു. അകത്തെ അവസ്ഥ കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഭദ്ര? കീർത്തി നിലത്തിരിക്കുന്ന ഭദ്രയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെന്നു. അവൾ ഭദ്രയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ അർജുൻ ഇത്? താനാണോ ഇവളെ ഉപദ്രവിച്ചത്? കീർത്തി ദേഷ്യത്തോടെ അർജുനോട് ചോദിച്ചു. ഡോക്ടറെ, സാറല്ല, ഭദ്ര പെട്ടെന്ന് കീർത്തിയെ നോക്കി പറഞ്ഞു. കീർത്തി അവളെ നോക്കി. ഞാൻ എഴുന്നേറ്റ് നടന്നപ്പോൾ വീണുപോയതാ. സാറൊന്നും ചെയ്തിട്ടില്ല, ഭദ്ര തല എഴുത്തി പറഞ്ഞു. എഴുന്നേറ്റ് നടന്നപ്പോഴോ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ റെസ്റ്റ് എടുക്കണമെന്ന്. പറഞ്ഞത് കേൾക്കാൻ കഴിയില്ലേ നിനക്ക്? കീർത്തി ഭദ്രയോട് ദേഷ്യപ്പെട്ടു. അർജുൻ്റെ നോട്ടം മുഴുവൻ ഭദ്രയിലായിരുന്നു. പെട്ടെന്ന് അവൻ്റെ തൊള്ളിൽ ഒരു കൈ അമർന്നതും അവൻ തല ചിരിച്ചു നോക്കി. റിയാസ് ആയിരുന്നു അത്. അവൻ അർജുനെ ഒന്ന് നോക്കി ശേഷം ഭദ്രയെയും. കീർത്തി ഭദ്രയെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി ശേഷം ഫോൺ എടുത്ത് ആര്യയെ വിളിച്ചു. നീ എന്താ ഇവിടെ? റിയാസ് പതിയെ അർജുനോട് ചോദിച്ചു. അർജുൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വലിയ ഡീപ്പായ മുറിവല്ലെന്ന് തോന്നുന്നു. ഇതെന്താ ഈ കവിൾ ചുമന്ന് കിടക്കുന്നത്? കീർത്തി ഭദ്രയുടെ നെറ്റി ഒന്ന് നോക്കി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. റിയാസും അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ഞാൻ വീണപ്പോൾ കട്ടിലിൽ അമങ്ങിയതാണ്. ഭദ്ര ഇടത് കവിൾ പെട്ടെന്ന് പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു. പറഞ്ഞത് കേട്ടില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. കീർത്തി ഭദ്രയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. റിയാസ് സംശയത്തോടെ ഭദ്രയെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അർജുനെ കണ്ടില്ല. അവനൊന്ന് നെറ്റി ചോദിച്ചു. പിന്നെ യദുവിനെ കെടുത്തിരിക്കുന്ന റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അർജുൻ അവിടെ ഉണ്ടായിരുന്നു. റിയാസ് നേരെ അർജുൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അർജുൻ അവനെ നോക്കി. എന്താ? അർജുൻ റിയാസിൻ്റെ നിൽപ്പ് കണ്ട് ചോദിച്ചു. യദു അവരെ നോക്കി കിടക്കുകയായിരുന്നു. എന്ത്? റിയാസും അലസമായി ചോദിച്ചു. എന്തിനാ എൻ്റെ മുന്നിൽ കയറി നിൽക്കുന്നത്? അർജുൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണമെന്ന് തോന്നി, അത്ര തന്നെ, റിയാസ് ഒരു ഇളിയോടെ പറഞ്ഞു. അർജുൻ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. എന്താടാ കോപ്പേ? അർജുൻ റിയാസിന് നേരെ ചാടി. എന്താടാ? യദുവും ഒന്നും മനസ്സിലാകാത്ത റിയാസിനോട് ചോദിച്ചു. എടാ, ഞാനേ ആ ഭദ്രയെ ഒന്ന് കാണാലോ എന്ന് കരുതി അവളെ കിടത്തിയേക്കുന്ന റൂമിലേക്കൊന്ന് പോയി. അവിടെ ചെന്നപ്പോഴേ ദാണ്ട നിൽക്കുന്നൊരു സിനിമാക്കാരൻ. റിയാസ് യദുവിനെ നേരെ തിരിഞ്ഞ് പറഞ്ഞു. നീ ഇത്രയും നേരം അവളുടെ അടുത്തായിരുന്നു? കാര്യം മനസ്സിലായതുപോലെ യദു പെട്ടെന്ന് അർജുനോട് ചോദിച്ചു. അല്ല, ഞാൻ വെറുതെ ഒന്ന് ചെന്നത് അവിടേക്ക്. അർജുൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. വെറുതെ ഒന്നുമല്ലടാ, ഞാൻ കീർത്തിയോടൊപ്പം അവിടേക്ക് ചെന്നപ്പോൾ ആ പെണ്ണ് നിലത്ത് കിടക്കുവാണ്. അവളുടെ നെറ്റിയൊക്കെ പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. അവളുടെ തൊട്ടു മുൻപിലായി ഇവന്. റിയാസ് പറഞ്ഞത് കേട്ട് യദു ഞെട്ടലോടെ അർജുനെ നോക്കി. നീ ആ പെണ്ണിനെ ഉപദ്രവിച്ചോ? യദു അതേ ഞെട്ടലോടെ ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് എന്താടാ? നിൻ്റെ കൂടെ മുന്നിൽ വെച്ചല്ലേ അവൾ പറഞ്ഞത് എഴുന്നേറ്റ് നടത്തപ്പോൾ വീണതാണെന്ന്? അർജുൻ റിയാസിനെ നോക്കി പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ അവളുടെ മുഖം തെളിഞ്ഞു. ചെറിയ കുറ്റബോധം അവൻ്റെ ഉള്ളിൽ അതിനോടകം കയറിക്കൂടിയിരുന്നു. യദു സംശയത്തോടെ റിയാസിനെ നോക്കി. അങ്ങനെയാണ് അവൾ പറഞ്ഞത്, പക്ഷേ എനിക്കതങ്ങോട്ട് വിശ്വാസമായിട്ടില്ലടാ. ആ പെണ്ണിൻ്റെ ഇടത് കവിൾ ചുമന്ന് തിണർത്ത് കിടപ്പുണ്ടായിരുന്നു. റിയാസ് ഇതിനോട് പറഞ്ഞുകൊണ്ട് അർജുന് നേരെ തിരിഞ്ഞു. നീ അവളെ തല്ലിയോ?
റിയാസ് സംശയത്തോടെ ചോദിച്ചു. അർജുനൊന്നും മിണ്ടിയില്ല. അത് കാണെ റിയാസും യദുവും പരസ്പരം ഒന്ന് നോക്കി. നിന്നോട് ഇവൻ ചോദിച്ചിട്ട് കേട്ടില്ലേ? യദുവും അർജുനോടായി ചോദിച്ചു. ആ, ഞാൻ തല്ലി, അർജുൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. എന്തിന്? യദുവും റിയാസ് ഒരുപോലെ ചോദിച്ചു. അവളിവിടെ വന്നത് എന്നെ നാണം കെടുത്താനാണോ എന്ന് എനിക്ക് സംശയം. അത് ചോദ്യം ചെയ്തപ്പോൾ അവൾ എനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു. അപ്പോൾ തല്ലിപ്പോയി. അർജുൻ അവരെ നോക്കാതെ പറഞ്ഞു. നിനക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഉടനെ തല്ലുവാണോ ചെയ്യേണ്ടത്? അവളെന്താ നിൻ്റെ ഭാര്യയാണോ? റിയാസ് ചോദിക്കുന്നത് കേട്ട് അർജുൻ അവനെ നോക്കി. ഭാര്യയാണേലും അല്ലെങ്കിലും ഒരു പെണ്ണിനെ കൈനീട്ടി അടിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവൾ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയെ അതിലേക്ക് വലിച്ചഴിച്ചപ്പോൾ അർജുൻ പറഞ്ഞത് നിർത്തി. അത് കേട്ടപ്പോൾ യദുവും റിയാസും ഒന്നും മിണ്ടിയില്ല. അവളുടെ തല എങ്ങനെയാണ് പൊട്ടിയത്? റിയാസ് അല്പനേരങ്ങൾക്ക് ശേഷം ചോദിച്ചു. ഞാൻ അടിച്ചപ്പോൾ നിലത്തേക്ക് വീണതാ. കട്ടിലിൽ നെറ്റിയിടിച്ചാണ് വീണത്. അർജുൻ പറഞ്ഞത് കേട്ട് റിയാസ് നെറ്റിക്കിട്ടൊന്നടിച്ച് യദുവിൻ്റെ ബെഡിലേക്കിരുന്നു. അജു, ബി സീരിയസ്. ആ കുട്ടി അന്ന് നമ്മൾ കാണാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു നമ്മളെ ശല്യം ചെയ്യാൻ ഒന്നിനും വരില്ല എന്ന്. പിന്നെ എന്തിനാ അവളെ അതിൻ്റെ പേരും പറഞ്ഞു പോയി കണ്ടത്? ഒന്നുമല്ലെങ്കിലും അവൾക്ക് വയ്യാതിരിക്കുമല്ലായിരുന്നോ? യദു അർജുനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. കറക്റ്റ് നിൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ അവൾ വന്ന് ചാടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അതാ അർജുൻ പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തി. അജു, ഇതുവരെയുള്ളതൊക്കെ വിട്ടേക്ക്. ഇനി മുതലുള്ള കാര്യങ്ങൾ നീ നോക്കിയാൽ മതി. ഭദ്രയെ ഇനി നീ കാണാൻ പോകണ്ട. അവൾ നാളെ ഡിസ്ചാർജ് ആയി തിരികെ വീട്ടിലേക്ക് പൊക്കോളൂ. നമ്മൾ നമ്മുടെ വീട്ടിലേക്കും. അവൾക്ക് അവളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. ഇനി നീ പേടിക്കുന്ന പോലെ അവൾ വല്ല കേസുമായി വന്നാൽ നമുക്കപ്പോൾ നോക്കാം, കേട്ടോ? ഇത് അർജുനെ നോക്കി പറഞ്ഞു. അർജുനൊന്ന് തലയനക്കി. അവൻ്റെ ഫോൺ എടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു. നീ വീട്ടിലേക്ക് പോക്കോടാ, റിയാസ് ഇവിടെ ഉണ്ടല്ലോ. നീ യാത്ര കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നതല്ലേ? ഇത് അർജുനെ നോക്കി ചോദിച്ചു. അർജുനും എവിടുന്ന് വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. ശരി, ഞാൻ പോയേക്കുക, അർജുൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. എടാ, അവിടെ എവിടെയും ചുറ്റിത്തിരിഞ്ഞ് വായി നോക്കി നിൽക്കരുത്. ഇവൻ്റെ അടുത്ത് കാണണം, അർജുൻ റിയാസിനെ നോക്കി പറഞ്ഞു. ഓ തമ്പ്ര. റിയാസ് അവനെ നോക്കി തൊഴുന്ന പോലെ കാണിച്ചു. അത് കണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി അർജുൻ അവിടുന്ന് പുറത്തേക്ക് പോയി. സാർ, വീടെത്തി, ബാക്ക് സീറ്റിൽ കണ്ണടച്ച് ചാരിയിരിക്കുന്ന അർജുനെ നോക്കി ഡ്രൈവർ പറഞ്ഞു. അർജുൻ കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കി. പിന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വീടിനുള്ളിലേക്ക് കയറി. അവൻ നേരെ ഹാളിലെ സോഫയിലേക്ക് ചെന്നിരുന്നു. അവൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. അതിന് കാരണം ഭദ്ര തന്നെയായിരുന്നു. അവളുടെ കോലവും സംസാരവും ഇപ്പോഴത്തെ അവസ്ഥയുമെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. ഇനി സാർ എന്നെ ഒരിക്കലും കാണില്ല. സാറിൻ്റെ കൺവെണ്ടത്ത് ഞാൻ ഉണ്ടാക്കില്ല. സാറിന് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ പൊക്കോളാം. അവളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ ചെവിയിൽ നിന്ന് ആരോ മന്ത്രിക്കും പോലെ. ആ വാക്കുകൾ അവൻ്റെ സ്വസ്ഥത തകർക്കും പോലെ. വല്ലാത്ത വെപ്രാളം തോന്നിയവന്. അവൾക്ക് അവളുടെ വഴി, നമുക്ക് നമ്മുടെ. യദുവിൻ്റെ വാക്കുകൾ അവൻ ഓർത്തു. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് കോൺടാക്ട്സിൽ ടോണി എന്ന പേര് ഡയൽ ചെയ്തു. ഹലോ സാർ. മറുപുറത്ത് ഗൗരവത്തോടെയുള്ള സ്വരം. സിറ്റി ഹോസ്പിറ്റലിലെ റൂം നമ്പർ 546-ൽ ഭദ്ര എന്ന പേരുള്ളൊരു പെൺകുട്ടി അഡ്മിറ്റ് ആയിട്ടുണ്ട്. തലയിൽ ബാൻഡേജ് കാണും. വെളുത്തു കൊല്ലുന്നതിനുള്ള രൂപം. മുട്ടിരപ്പ കൊണ്ട് മുടി. അവളെ അവിടുന്ന് പൊക്കണം, അർജുൻ ഗൗരവത്തിൽ പറഞ്ഞു. എവിടേക്കാണ് സാർ കൊണ്ടുപോകേണ്ടത്? ഞാൻ എറണാകുളത്തെ എൻ്റെ വീട്ടിലുണ്ട് ടോണി. അവളെ കൊണ്ടുവരേണ്ടത് ഇവിടേക്കാണ്, അർജുൻ നിർദ്ദേശം നൽകി. 1 മണിക്കൂറിൽ എത്തിയിരിക്കും സാർ, ടോണി ഉറപ്പ് നൽകി. പിന്നെ അവളെ നോവിക്കരുത്, ആരും കാണരുത്, അവൾ അറിയരുത്, അർജുൻ മുന്നറിയിപ്പ് നൽകി.